السلام عليكم ورحمة الله. صباح الخير. كيف أنتم؟ طيبون؟ الحمد لله. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ, വാത്സല്യത്തെക്കുറിച്ച് പറഞ്ഞു. അവര് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതൊക്കെ പറഞ്ഞു നമ്മളല്ലേ. ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. നിങ്ങൾക്കൊക്കെ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ? ഡയറി എഴുതാറുണ്ടോ? ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ടോ? എല്ലാ ദിവസവും ഡയറി എഴുതാറുണ്ടോ? ചില ആൾക്ക് എഴുതാറുണ്ട്. ചില ആളുകളൊക്കെ ചില സമയത്ത് എഴുതും അല്ലെ, ചില ദിവസങ്ങളെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ എഴുതും അല്ലെ. ഓക്കെ, ഡയറിക്ക് എന്താണ് അറബിയിൽ പറയാ? എന്താണ്? മുഫക്കിറ. ഡയറി കുറിപ്പിന് മുഫക്കിറ എന്നാണ്. ഹൽ തക്തുബൂൻ മുഫക്കിറ? ഹൽ തക്തുബൂൻ? നിങ്ങൾ ഡയറി കുറിപ്പ് എഴുതാറുണ്ടോ? ആയവ ചില കുട്ടികൾ യക്തുബൂൻ വബഅദുൻ ലാ യക്തുബൂൻ. ചില ആളുകളൊക്കെ എഴുതുന്നുണ്ട്, ചില ആളുകളൊന്നും എഴുതാറില്ല അല്ലെ. സാരമില്ല, കുഴപ്പമില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പോ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ദിവസത്തെ കുറിച്ച് അന്നത്തെ ദിവസം നമ്മൾ ഡയറി എഴുതുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതും? നമ്മള് സ്കൂളിൽ പോകേണ്ടതായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയതില്ലേ, ഓൺലൈൻ മൊബൈലിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ടി വിയിൽ ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടാണ് ഈ വർഷം തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ എഴുതുന്നില്ലേ. വ്യത്യസ്തമായ ഡയറികളായിരിക്കും നമുക്ക് ഇപ്രാവശ്യം എഴുതാനുണ്ടാവുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം നോക്കൂ. അതൊരു ഡയറി കുറിപ്പാണ്, ഒരു കുട്ടി എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പാണ്. അത് ഇതുപോലെ ഒരു പ്രത്യേക ദിവസമുള്ളതാണ്. വഹാദിഹിൽ മുഫക്കിറ عن يوم خاص كتب الولد هذه المفكرة عن يوم خاص. هل تعرفون ما ميزة يوم الأحد الثاني من شهر مايو؟ هل تعرفون ما ميزة يوم الأحد الثاني من شهر مايو? മെയ് മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ചന്റെ പ്രത്യേകത അറിയാം? എന്താണ്? മെയ് 1 പ്രത്യേകത അറിയാം അല്ലെ? തൊഴിലാളി ദിനാണ് അല്ലെ. എല്ലാ വർഷവും മെയ് മാസം രണ്ടാമത്തെ ഞായറാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്, അറിയാം? മാതൃദിനമാണെന്ന് കേട്ടോ അല്ലെ, മാതൃദിനമാണ്. ഓക്കെ, വഹാദിഹിൽ മുഫക്കിറ കതബഹ അൽവലദു അൻ യൗമിൽ ഉമ്മഹാത്ത്. നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. ഒരു ഡയറി കുറിപ്പാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. അത് ഞാനൊന്ന് വായിക്കുക കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കൈഫ അൻസ ഉമ്മി, കൈഫ അൻസ ഉമ്മി, അൽ യൗമു ഹുവ അജ്മലു യൗമിൻ ഫി സനതി, അൽ യൗമു ഹുവ അജ്മലു യൗമിൻ ഫി സനതി, യൗമുൽ ഉമ്മഹാത്ത്. الأم ما أحلى هذه الكلمة، الأم ما أحلى هذه الكلمة. كم من ليلة سهرت أمي لأجلي حينما كنت مريضا، كم من ليلة سهرت أمي لأجلي حينما كنت مريضا، فكيف أنسى أمي، فكيف أنسى أمي. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതൊന്നുകൂടെ വായിച്ചു നോക്കും. അപ്പൊ നമ്മൾ തന്നിട്ട് ഡയറി കുറിപ്പ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അതില് പുതിയ പദങ്ങളുണ്ടോ നോക്കാം അല്ലെ. എന്താണ് ഞാൻ ഹെഡിങ് അൻവാൻ എന്താണ്? കൈഫ അൻസ ഉമ്മി. കൈഫ നമുക്കറിയാലോ അല്ലെ, എങ്ങനെ. അൻസ, നസിയ, യൻസ, അൻസ, ഞാൻ മറക്കുന്നു
അല്ലെങ്കിൽ ഞാൻ മറക്കും. ഓക്കെ, അൻസ ഞാൻ മറക്കുന്നു അല്ലെങ്കിൽ ഞാൻ മറക്കും. ആരെ? ഉമ്മി. കൈഫ അൻസ ഉമ്മി, എന്റെ ഉമ്മയെ ഞാൻ എങ്ങനെ മറക്കും? ഞാൻ എങ്ങനെ മറക്കാനാണ് എന്റെ ഉമ്മയെ? ഇനി നോക്കൂ, ആ ഒരു തലക്കെട്ടോടുകൂടി ആ കുട്ടി എഴുതിയ ഡയറി കുറിപ്പ് നോക്കൂ. അല്യൗമു, എന്താണ് പ്രത്യേകത? അല്യൗമു, യൗമൻ എന്ന് പറഞ്ഞാൽ ദിവസം, അല്യൗമു എന്ന് പറഞ്ഞാൽ ഇന്ന്, അല്ലെ? ഇന്ന്, ടുഡേ എന്നർത്ഥം. ഇന്ന് ഹുവ അജ്മലു യൗമിൻ ഫിസനതി, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള പദങ്ങൾ തന്നെയാണ്. ഈ വർഷത്തെ ഏറ്റവും ഭംഗിയുള്ള, ജമീലുൻ ഭംഗിയുള്ള, അജ്മൽ ഏറ്റവും ഭംഗിയുള്ള, അല്ലെ? ഈ വർഷത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു ദിനമാണിന്ന്, ഏറ്റവും നല്ല ദിനമാണിന്ന്. എന്താ പ്രത്യേകത? യൗമുൽ ഉമ്മഹാത്ത്. ഉമ്മുൻ ജംഅ ഉമ്മഹാത്ത്. ഉമ്മൻ നമുക്കറിയാലോ, അല്ലെ? ഉമ്മൻ മഅന വാലിദത്തുൻ, വാലിദത്തുൻ. അൽ ഉമ്മഹാത്ത് ജംഅ ഉമ്മിൻ. ഉമ്മ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഉമ്മഹാത്ത്. അപ്പൊ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? യൗമുൽ ഉമ്മഹാത്ത്. ശേഷം പറയുന്നു നോക്കൂ, അൽ ഉമ്മു, ഉമ്മ എന്ന്. ഉമ്മ. മാ അഹ്ല ഹാദിഹിൽ കലിമ, മാ അഹ്ല ഹാദിഹിൽ കലിമ. അഹ്ല, ഹുലുവ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹുലുവൻ, മധുരമുള്ളത്. അഹ്ല, ഏറ്റവും മധുരമുള്ളത്. മാ അഹ്ല, എന്തൊരു മധുരകരമാണ്. മാ അഹ്ല ഹാദിഹിൽ കലിമ അൽ ഉമ്മു. അൽ ഉമ്മു എന്ന പദം തന്നെ എത്രമാത്രം ഭംഗിയുള്ളതാണ്, എന്ത് നല്ല, എത്രമാത്രം മധുരകരമാണ് ആ പദം തന്നെ, ഇല്ലേ? എന്നിട്ട് ഇനി ആ കുട്ടി പറയാണ്, ആ കുട്ടി ഡയറി കുറിപ്പ് ആ ഡയറിയിൽ എഴുതി വെക്കാണ്. എന്താണ്? കമ്മിൻ ലൈലത്തിൻ സഹറത് ഉമ്മി ലിഅജലി. കമ്മിൻ ലൈലത്തിൻ, എത്ര എത്ര രാത്രികളാണ്, എത്ര എത്ര രാത്രികളാണ്. സഹറ, ചിലപ്പോ ഒരു പുതിയ പദമായിരിക്കും, അല്ലെ? സഹറ എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കുക. സഹറത്ത്, ഉറക്കമൊഴിക്കുക. അപ്പൊ എത്ര എത്ര രാത്രികളാണ് ഉറക്കമൊഴിച്ചത്. ആര്? ഉമ്മി, എന്റെ ഉമ്മ എത്ര എത്ര രാത്രികളാണ് ഉറക്കമൊഴിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ലി അജലി, ലി അജലി, എനിക്ക് വേണ്ടി, അല്ലെ? എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എത്ര എത്ര രാത്രിയാണ് എന്റെ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുള്ളത്. എപ്പോ? പല ആവശ്യങ്ങൾക്കും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഹൈനമാ കുന്തു മരീളൻ, ഹൈനമാ കുന്തു മരീളൻ. മരീൾ എന്ന് പറഞ്ഞാല് രോഗി, അല്ലെ? രോഗി. മറളുൻ രോഗം, മരീളുൻ രോഗി. ഞാൻ രോഗിയായപ്പോ, എനിക്ക് അസുഖം വന്നപ്പോഴൊക്കെ പലപ്പോഴായിട്ട് എത്ര എത്ര രാത്രിയാണ് എനിക്ക് വേണ്ടി എന്റെ ഉമ്മ ഉറക്കമൊഴിച്ചത്. ആ ഉമ്മയുടെ ദിനമാണല്ലേ, അങ്ങനത്തെ എല്ലാ മാതാക്കളുടെയും ദിനമാണിന്ന്, അല്ലെ? നമ്മൾ പറഞ്ഞല്ലേ, മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച. അൽയൗമുൽ അഹദ് അസാനി മിൻ ശഹരി മായു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ ഉമ്മ. ഫകൈഫ അൻസ ഉമ്മി, ഫകൈഫ അൻസ ഉമ്മി. അപ്പൊ ഞാന് എങ്ങനെ മറക്കാനാണ് എന്റെ ഉമ്മയെ? എത്രമാത്രം കഷ്ടപ്പെടുന്ന എന്റെ ഉമ്മയെ, എനിക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന എന്റെ ഉമ്മയെ ഞാൻ എങ്ങനെ മറക്കാനാണ്, അല്ലെ? ഇതാണ് ഹാദിഹി ഹിയൽ മുഫക്കിറ കതബഹൽ വലദു. ആ കുട്ടി എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പ് ഇതാണ്, അല്ലെ? ഇനി നോക്കൂ, നമുക്ക് ആ ഡയറിക്ക് ശേഷം ബഅദൽ മുഫക്കിറതി ഹുനാക ബഅദുൽ അസ്ഇല, ഡയറി കുറിപ്പിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നോക്കണം നമുക്ക്. ഒന്നാമത്തെ നമ്മൾ ആദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഹൽ തക്തുബൂന അൽ മുഫക്കിറ, ഹൽ തക്തുബൂന അൽ മുഫക്കിറ, ഹൽ തക്തുബൂന അൽ മുഫക്കിറ. നിങ്ങള് ഡയറി എഴുതാറുണ്ടോ? ബഅദുൻ യക്തുബൂന അൽ മുഫക്കിറ വബഅദുൻ ലാ യക്തുബൂന അൽ മുഫക്കിറ. ചിലരൊക്കെ ഡയറി എഴുതാറുണ്ട്, ചിലർ ഡയറി എഴുതാറില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഈ ഡയറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്,
മാദാ യദ്കുറുൽ വലദു ഫീ മുഫക്കിറതിഹി. മാദാ യദ്കുറുൽ വലദു, കുട്ടി ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് എന്താണ്? ഫീ മുഫക്കിറതിഹി, ഈ നമ്മൾ വായിച്ച ഡയറിയിൽ ആ കുട്ടി എന്താണ് ആലോചിക്കുന്നത്? എന്താണ്? അൻ ഉമ്മിഹി അല്ലെ? യദ്കുറുൽ വലദു അൻ ഉമ്മിഹി ഫീ മുഫക്കിറതിഹി. ഈ കുട്ടി അവന്റെ ഡയറി കുറിപ്പിൽ അവൻ ഉമ്മയെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ, ഓർത്തെടുക്കുന്നത്. ഓക്കെ, അടുത്തത് ബിഅയ്യി യൗമിൻ നഹ്തഫിലു യൗമൻ ലിൽ ഉമ്മഹാതി. ബിഅയ്യി യൗമിൻ നഹ്തഫിലു യൗമൻ ലിൽ ഉമ്മഹാതി. ഏത് ദിവസമാണ് നഹ്തഫിലു എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നത്? ഏത് ദിവസമാണ് യൗമുൽ ഉമ്മഹാത്ത് ആയിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, യൗമുൽ അഹദ് സാനി, രണ്ടാമത്തെ ഞായറാഴ്ച, മിൻ ഷഹരി മായോ നഹ്തഫിലു ബി യൗമിൽ ഉമ്മഹാത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡയറി കുറിപ്പിന്റെ പാഠം ഇവിടെ അവസാനിക്കുമ്പോ ഒരു ചെറിയ വർക്ക് ചെയ്തു നോക്കാം നമുക്കല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വർക്ക്. എന്താണ്? നമുക്ക് നമ്മുടെ ഇപ്പത്തെ ഈ വർഷത്തെ സ്കൂൾ തുറന്നതിനെ കുറിച്ച് ഒന്ന് ഡയറി എഴുതി നോക്കിയാലോ അല്ലെ? എന്താണ് എഴുതുക? എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക് അല്ലെ? സ്കൂൾ തുറന്നു, പുതിയ പുസ്തകങ്ങളൊക്കെ കിട്ടി, പക്ഷെ സ്കൂളിൽ പോകാൻ സാധിച്ചില്ല. എന്താണ് കാരണം? ബിസബബി മറലി കൊറോണ അല്ലെ? കൊറോണ രോഗം കാരണം സ്കൂളിലൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്തുണ്ട്? നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. എവിടെ? ഓൺലൈനിലൂടെ അല്ലെ, ഇന്റർനെറ്റിലൂടെ. അബറ ഇന്റർനെറ്റ് വഴി നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയ ഒരു ഡയറി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് ഒരു ഡയറി അല്ലെ, സ്കൂൾ തുറന്ന ദിവസത്തെ കുറിച്ച് ഡയറി എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്കൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് നമുക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.